ഹായ് എവരി വൺ. സോ ഇന്ന് ഈ ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ലൈനിങ് 4 മടക്കുക. അതിൻ്റെ മുകളിൽ നല്ല ക്ലോത്ത് വെച്ച് കൊടുക്കുക. നെക്കിൻ്റെ വിട്ട് വരുന്നത് 4ഉം നെക്കിൻ്റെ ഡെപ്ത്ത് വരുന്നത് 8ഉം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ബാക്ക് നെക്ക് നമ്മൾ മെഷർ ചെയ്യുന്നത് 2 ഇഞ്ചസിലാണ്. ഒരു ബോക്സ് പോലെ വരച്ചിട്ട് ഒരു കർവ് പോലെ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഷോൾഡർ മെഷർ ചെയ്യാം. ഇവിടെ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റ് ഇവിടെ എടുക്കുന്നത് 11 ഇഞ്ചസാണ്. 11 ഇഞ്ചസ് എക്സ്ട്രാ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഷേപ്പ് അടിച്ച് അത് കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മൾ ബാക്കാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ബാക്കിൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ എടുക്കുക. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗം കുറച്ചുകൂടി ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ബാക്കിൽ കെട്ട് വയ്ക്കാൻ പോവുകയാണ്. കെട്ട് വയ്ക്കാനായിട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കിയതിന് ശേഷം 1 ഇഞ്ചസ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. അടുത്തത് സ്ലീവിൻ്റെ ഭാഗം എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നോക്കാം. 11 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മേളിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ചസ് മാർക്ക് ചെയ്തതിന് ശേഷം നോർമലി സ്ലീവ് നമ്മൾ വരയ്ക്കുന്നത് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് താഴേക്ക് ഒരു 12 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഫ് സ്ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളിതുപോലെ മേളിൽ എക്സ്ട്രാ ഒരു 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ഭാഗം നമ്മളിതുപോലെ വരച്ചു കൊടുക്കുക, കട്ട് ചെയ്തെടുക്കുക. ബാക്കിൽ കെട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അടുത്ത് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ്ങും ക്ലോത്തും കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഫ്രണ്ടിൽ നമ്മൾ 2 പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടല്ലോ, അതുകൂടി ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആക്ച്വലി സ്റ്റിച്ചിങ് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും. ഇനി ആ കട്ടിങ് വരുന്ന ഭാഗം രണ്ടും കൂടി ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡ് ഉണ്ടല്ലോ, അതുപോലെ അടുത്ത സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് കെട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കിൽ കെട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലേസ് റെഡിയാക്കുവാണ്. കെട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് മാറ്റിയതിന് ശേഷം താഴേക്ക് 3 ഇഞ്ചസ് വീതം താഴേക്ക് മെഷർ ചെയ്യുക. ഈ 4 ഇഞ്ച് മാറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സീം അലവൻസ് ആണ്. കുഞ്ഞു കുഞ്ഞു കട്ട് പീസസ് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഭാഗം വരുന്നത് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ പട്ടയൊന്നും വെക്കുന്നില്ല. ഈ ക്ലോത്ത് തന്നെ മടക്കിയാണ് അടിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിടേണ്ടതാണ്. അതുപോലെ നമ്മളിപ്പോൾ കെട്ടിൻ്റെ ഭാഗവും കൂടി നമ്മളൊന്ന് മടക്കി അടിക്കാൻ പോവുകയാണ്.
സോ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിലായിരിക്കും നമ്മളിനി കെട്ടിവെക്കാൻ പോകുന്നത്. അടുത്തതായി ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കുറച്ചുകൂടി നീറ്റായിട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുകയാണ്. സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ അറ്റം ആദ്യമായിട്ട് അടിച്ചു കൊടുക്കുക. പഫ് സ്ലീവ് ആയതുകൊണ്ട് ആ ഭാഗം ഇതുപോലെ അടിച്ചിട്ട് ആ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു നൂല് വലിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പ്ലേറ്റ് കിട്ടും. ഈ പ്ലേറ്റ് നമുക്ക് ഗ്യാതേർഡ് പ്ലേറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതുപോലെ കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങനെ പ്ലേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ അത് ടൈറ്റായിട്ട് അങ്ങ് ഇരുന്നോളും. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പഫ് വരുന്ന ഭാഗം കറക്റ്റ് മിഡിൽ പോർഷൻ കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് ബ്ലൗസിൻ്റെ ബാക്കിൽ നമ്മൾ കുറച്ച് ഷേപ്പ് കിട്ടാനായിട്ട് ബാക്കിൽ 2 സൈഡിലായിട്ട് നമ്മളിതുപോലെ ഷേപ്പിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ബോഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോഡി സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ആം ഹോളിൻ്റെ ഭാഗത്തായിട്ട് ഒരു പിന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വേസ്റ്റിൻ്റെ ഭാഗം മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കാണ്ട് കുറച്ച് ലൂസായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലാസ്റ്റ് ആയിരിക്കും ഞാൻ ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. അടുത്ത സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ബ്ലൗസ് മടക്കി അടിക്കാൻ പോവുകയാണ്. ഇതുപോലെ മടക്കി പട്ടയൊന്നും വെക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ഞാൻ ബ്ലൗസിന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോൾ മാർക്ക് ചെയ്യുക, താഴെ വേസ്റ്റിൻ്റെ ഭാഗവും മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ താഴേക്ക് ഷേപ്പ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ലേസും ഇതുപോലെ ഉള്ളിലൂടെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ലുക്കിലായിരിക്കും കിട്ടുന്നത്. പിന്നെ ബ്ലൗസിന് ഒന്നുകൂടി ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ച് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.